താന്തോന്നിയുടെ പ്രണയം. രചന വസീം അക്രം. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡേവിഡ് അവിടെ മുടികളിൽ കൂടി പതിയെ തലോടി. അവൻ കഴുത്തിലെ കൊന്തയെടുത്ത് വിരലിൽ ചുറ്റിക്കൊണ്ട് താഴെ മുറ്റത്ത് കിടക്കുന്ന കറുത്ത താർ ജീപ്പിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, സെറീന, ചോര തിളക്കുന്ന മകനും ചോര കുടിക്കുന്ന ചരിത്രമുള്ള ഒരപ്പനും ഈ തറവാട്ടിലുള്ളിടത്തോളം കാലം പുലിക്കാട്ടിലെ ഒരു പെൺവിഷയത്തിലും എന്നെ എൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാളിയാവർ അണിയറയിൽ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അന്ത്യകൂതാശ ഞാൻ പള്ളിമുറ്റത്ത് വെച്ച് തന്നെ അവർക്ക് നൽകും. നീ പേടിക്കാ, പോയി കിടന്നുറങ്ങ്. അപ്പോഴാണ് താഴെ മുറ്റത്ത് ചാക്കോച്ചന്റെ ശബ്ദം കേട്ടത്. കയ്യിലൊരു വലിയ പായുമായി വരികയാണ് അവൻ. ഡേവിജായ, അനന്തം താണ്ട മോണ്ടി കിടന്നുറങ്ങുക. അപ്പച്ചന്റെ പെർഫോമൻസ് തന്നെ എന്റെ ഉറക്കം പോയി മക്കളെ. ഞാനേ ഈ പായം വീഴ്ച ഈ താറിന്റെ വശത്ത് കിടക്കുക. പൂലിക്കാട്ടുകാരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാൻ നോക്കിക്കോളാം. വല്ല ബോംബും ഉണ്ടോ നോക്കാനേ എന്റെ പ്ലാസ്റ്റിക് ബക്കറ്റും കൂടെയുണ്ട്. ചാക്കോച്ച രാത്രിയിലും തന്റെ തമാശ നിർത്തിയില്ല. ഡേവിഡ് സെറീനയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കോട്ടയത്തിന്റെ മണ്ണിൽ അടുത്ത കൊടുങ്കാറ്റുള്ള സമയം അടുത്തു കഴിഞ്ഞിരുന്നു. കോട്ടയം വലിയവളിയിലെ രാപ്പകൽ തിരുനാളിന്റെ അവസാന ദിനമായിരുന്നു അന്ന്. പെരുന്നാൾ മേളത്തിന്റെ ഇരുമ്പലിൽ കവലയൊന്നാകെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ചെണ്ടമേളവും വാനിലേക്ക് ഉയരുന്ന വലിയ വെടിക്കെട്ടുകളുടെ ശബ്ദവും അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ആളുകൾക്കിടയിലൂടെ കൊട്ടാരത്തിലെ എബ്രഹാം ജോണും കുടുംബവും പള്ളിമുറ്റത്തേക്ക് നടന്നു വരികയായിരുന്നു. നാട്ടിലെ പ്രമാണിയായ അപ്പച്ചനെ കണ്ടതും ആളുകൾ ബഹുമാനത്തോടെ വഴിമാറി കൊടുത്തു. നന്നായി നരച്ച പിരിച്ചു വെച്ച മീശയും വെള്ളക്കുർത്തയും മുണ്ടുമണിഞ്ഞ് തന്റെ സിംഹമുദ്രയുള്ള ഊന്നുവടിയും കുത്തി ഗാംഭീര്യത്തോടെ അപ്പച്ചൻ നടന്നു നീങ്ങി. വലതുവശത്ത് ഡേവിഡും ഇടതുവശത്ത് അനന്തനും കട്ട സെക്യൂരിറ്റിയായി ഒപ്പമുണ്ട്. പുറകിൽ എൽസാമച്ചിയും മേരിയപ്പച്ചിയും ആൻമരിയും സെറീനയും ഉണ്ട്. കയ്യിൽ പെരുന്നാൾ മിഠായും കടിച്ചുകൊണ്ട് ചാക്കോച്ചനും ഒപ്പമുണ്ട്. അപ്പോഴാണ് പള്ളിയുടെ വലിയ കമാനത്തിന് താഴെ ആ കാഴ്ച കണ്ടത്. പുലിക്കാടിൽ ഫെലിക്സും സണ്ണിയും ഒരു വലിയ ഗുണ്ടാപ്പടയുമായി നിൽപ്പുണ്ട്. അവരുടെ തൊട്ടു പിന്നിൽ കറുത്ത ബോർഡറുള്ള സാരി അണിഞ്ഞ് കണ്ണുകളിൽ കനലുമായി സൂസൻ ഫിലിപ്പും ചെറിയമ്മ മറിയാമ്മയും ഉണ്ട്. രണ്ടു വലിയ തറവാടുകൾ പള്ളിമുറ്റത്ത് നേർക്കുനേർ വന്നതോടെ നാട്ടുകാർ ഭയന്ന് വശങ്ങളിലേക്ക് മാറിയുന്നു. കർത്താവേ, പെരുന്നാൾ പറമ്പ, എവിടെയെങ്കിലും ഒരു ചോരക്കളി ഉണ്ടാക്കരുതേ. എൽസാമച്ചി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തറവാടിലെ കടുപ്പക്കാരിയായ മേരിയപ്പച്ചി, അബ്രഹാം ജോണിന്റെ മൂത്ത പെങ്ങൾ, തറവാടിലെ കടുപ്പക്കാരിയായ മേരിയപ്പച്ചി അമ്മച്ചിയുടെ കൈ പിടിച്ച് മുന്നോട്ട് വന്ന് പുലിക്കാടിലെ പെണ്ണുങ്ങൾ നോക്കി കലിപ്പിൽ പറഞ്ഞു, നീ പേടിക്കേണ്ട ഡിയൽസ. പള്ളിമുറ്റത്ത് വന്ന് അഹങ്കാരം കാണിക്കാനേ ഇത് പുലിക്കാട്ടിലെ അച്ചിയമ്മമാരുടെ തന്തയുടെ വകയല്ല. ചോര കണ്ടിട്ടായി മേരി ചെറിയാൻ വളർന്ന്. സൂസൻ ഫിലിപ്പ് പതുക്കെ മുന്നോട്ട് വന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് എബ്രഹാം ജോണിനെ നോക്കി. എന്താ കൊട്ടാരത്തിൽ പ്രമാണി, ആയുസ് തീരാറായ കിളവന്മാർക്ക് പള്ളിയിൽ കൊമ്പസാരിച്ചിരിക്കേണ്ട പ്രായത്തില് പെരുന്നാൾ കാണാൻ ഇത്ര വലിയ പൂതിയോ? വടികുത്തി പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടും തറവാടിത്തത്തിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ. അപ്പച്ചനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം തന്നെ സിംഹക്കണ്ണുകളാൽ സൂസനെ നോക്കി. ഡേയുടെ അടി മുന്നോട്ട് വെച്ച് കഴുത്തിലെ കൊന്ന പുറത്തേക്കിട്ട് ഫെലിക്സിന്റെ മുഖത്തേക്ക് വിരച്ചുകൊണ്ട് അലറി, എടാ ഫെലിക്സേ, പെണ്ണുങ്ങളെ മുന്നിൽ എത്തിയാണ്ട പുലിക്കാട്ടുകാരുടെ ഇപ്പോഴത്തെ കളി. നിന്റെ ചേച്ചിക്ക് അധികം ആയുസില്ലാന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ തറവാട്ടിലെ പുരുഷന്മാരോട് സംസാരിക്കാൻ ഇവൾക്ക് ആരാണ് അനുവാദം കൊടുത്തത്? ഡേവിഡേ! ഫെലിക്സ് അലറിക്കൊണ്ട് വടിവാളിലേക്ക് കൈവെക്കാനാഞ്ഞു. പക്ഷെ പെട്ടെന്ന് അപ്പച്ചൻ എബ്രഹാം ജോൺ തന്റെ ഊന്നുവടി തറയിൽ ശക്തമായി കുത്തി. ആ ശബ്ദത്തിൽ ചുറ്റുമുള്ളവരൊന്നും ഞെട്ടി. അപ്പച്ചൻ തന്നെ ഘനഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു, ഡേവിഡേ, മാറടാ അങ്ങോട്ട്. പെൺവിഷയങ്ങളോട് സംസാരിക്കാൻ എൻ്റെ മകൻ ഇറങ്ങേണ്ട കാര്യമില്ല. ഇതിന് മറുപടി പറയാൻ ഈ അപ്പൻ ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പച്ചൻ സൂസന്റെ നേരെ നോക്കി ഇടിമുഴക്കം പോലെ പറഞ്ഞു, എടി സൂസൻ കൊച്ചേ, പുലിക്കാട്ടിൽ എബ്രഹാം ജോസഫ് നിന്റെ അപ്പം മരിക്കുമ്പോ ഈ എബ്രഹാം ജോണിന്റെ വടിയുടെ ചൂടറിഞ്ഞിട്ടാ മരിച്ചത്. ആ ചോരയുടെ അഹങ്കാര ഇപ്പൊ നിന്റെ ഈ നാവിലൂടെ പുറത്തു വരുന്നതെങ്കിലേ ഈ പള്ളിമുറ്റത്ത് വെച്ച് നിന്റെ തറവാടിന്റെ അന്ത്യകൂതാശ ഞാൻ കഴിപ്പിക്കും. സൂസന്റെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തു. അവൾ സണ്ണിയെ നോക്കി രഹസ്യമായി തലയാട്ടി. അതേ സെക്കൻഡിൽ പള്ളിയുടെ മുകളിലത്തെ പെരുന്നാൾ വെടിക്കെട്ടിന് തീ കൊളുത്തി. വൻ ശബ്ദത്തോടെ ആകാശത്ത് പടക്കങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം ആകാശത്തേക്ക് നോക്കിയ ആ നിമിഷം ആൾക്കൂട്ടത്തിനുള്ളിൽ ഒളിച്ചു നിന്നിരുന്ന ബോംബെയിൽ നിന്നുള്ള ഷാർപ്പ് ഷൂട്ടർ തന്റെ കോട്ടിനുള്ളിൽ നിന്ന് തോക്കെടുത്തു. കൃത്യം എബ്രഹാം ജോണിന്റെ നെഞ്ചിന് നേരെ ലക്ഷ്യം വെച്ചു. വെടിക്കെട്ടിന്റെ ശബ്ദത്തിനിടയിലും ആ വെടിവെച്ച സെറീനയുടെ കാതുകൾ വീണു. അപ്പച്ചാ! ആൾ ഉറക്കി നിലവിളിച്ചു. പക്ഷേ വെടിയുണ്ട പാഞ്ഞു വരുന്നതിന് തൊട്ടു മുന്നത്തെ മൈക്രോ സെക്കൻഡ് ആ പഴയ സിംഹത്തിന്റെ കണ്ണുകളിൽ ആ തോക്കിന്റെ തിളക്കം പതിഞ്ഞിരുന്നു. 77 വയസ്സുകാരന്റെ ശരീരം ഒരു പുലിയെപ്പോലെ വായുവിൽ വെട്ടിത്തിരിഞ്ഞു. വെടിയുണ്ട അപ്പച്ചനെ തോളിൽ നേരെ പരിക്കേൽപ്പിച്ച് പള്ളിയുടെ ചുമരിലേക്ക് തറച്ചു കയറി. അപ്പച്ചാ! ഡേവിഡും അനന്തനും ഗുണ്ടകൾക്ക് നേരെ പായാനാഞ്ഞു. പക്ഷെ അപ്പച്ചൻ അവർ രണ്ടുപേരെയും കൈനീട്ടി തടഞ്ഞു. ചോരയൊലിക്കുന്ന തോളിലൊരു കൈ അമർത്തി പിടിച്ചു. ആ പഴയ സിംഹം തന്റെ മകനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മാറടാ ഡേവിഡേ,
എന്താ മാറിക്ക്. ഈ അപ്പൻ്റെ ആയുസ് തീർക്കാൻ വന്നവന്മാരാ. ഈ ചോര വീണ മണ്ണിൽ വെച്ച് അവന്മാരെ ഞാൻ തന്നെ തീർക്കും. ഇന്ന് ഈ അപ്പൻ്റെ വൺ മാൻ ഷോ നീ കണ്ടോ? അപ്പച്ചൻ തന്നെ സിംഹമുദ്രയുള്ള ഊന്നുപടി വായിലൊന്ന് ചുഴറ്റി തോക്കുമായി നിന്ന് ഷാർപ്പ് ഷൂട്ടറുടെ മുഖത്തേക്ക് ഒരൊറ്റ അടി. താടിയിലെ തകർന്നവ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. അതുകൊണ്ട് ഫെലിക്സിന്റെ 5 ഗുണ്ടകൾ ഒരുമിച്ച് വടിവാളുകളുമായി അപ്പച്ചന് നേരെ പാഞ്ഞെടുത്തു. ഡേവിഡും ചാക്കോച്ചനും അനന്തനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. 77-ാം വയസ്സിലും അപ്പച്ചൻ എബ്രഹാം ജോൺ ഒരു കൊടുങ്കാറ്റായി മാറി. നിരത്തി വീണ ഗുണ്ടയുടെ വടിവാൾ ഒറ്റ കൈ കൊണ്ട് കയ്യിലെടുത്ത അപ്പച്ചൻ തന്റെ ഊന്നുവടിയും വടിവാളും ഒരേ സമയം വായുവിൽ വീശി ആഞ്ഞടിച്ചു. ഓടി വന്ന 2 പേരുടെ നെഞ്ചും കൂടെ അപ്പച്ചന്റെ ഊന്നുവടിയുടെ അടിയേറ്റ് തകർന്നു. അടുത്തു വന്നവന്റെ വടിവാൾ അപ്പച്ചൻ തന്റെ വാൾ കൊണ്ട് തട്ടി കയറ്റി അവന്റെ വയറ്റിലേക്ക് ഒറ്റ ചവിട്ട്. അവൻ പള്ളിയുടെ വലിയ തിരുസ്വരൂപത്തിന് മുമ്പിലേക്ക് തെറിച്ചു വീണു. അപ്പച്ചൻ കളം നിറഞ്ഞ ആടുകയായിരുന്നു. ആ പ്രായത്തിലും സിംഹത്തിന്റെ വീര്യത്തോടെ അപ്പച്ചൻ ഒറ്റക്ക് 5 ഗുണ്ടുകളെയും പള്ളിമുറ്റത്തെ കല്ലുകളിൽ അടിച്ച് നിലംപരിശാക്കി. എന്റെ കർത്താവ്, അപ്പച്ചൻ തകർക്കുകയാണല്ലോ. ഇതിപ്പോ ഡേവിഡിനേക്കാൾ വലിയ അടിയാണല്ലോ. ചാക്കോച്ചൻ വശത്തുനിന്ന് വിസ്മയത്തോടെ പറഞ്ഞു. ഡേവിഡിന്റെ മുഖത്ത് തന്റെ അപ്പനെ ഓർത്ത് വലിയൊരു അഭിമാനത്തിന്റെ ചിരി വിരിഞ്ഞു. ഫെലിക്സിന്റെയും സൂസന്റെയും മുന്നിൽ ബാക്കിയുണ്ടായിരുന്ന ഗുണ്ടകൾ അപ്പച്ചന്റെ ആ ഭയങ്കരമായ രൂപം കണ്ട് പേടിച്ച് ആയുധങ്ങൾ താഴെയിട്ട് പുറകോട്ട് മാറി. അപ്പച്ചൻ ഒറ്റക്കാ യുദ്ധം ജയിച്ചിരുന്നു. അപ്പച്ചൻ എബ്രഹാം ജോൺ ചോരയിലിക്കുന്ന വടിവാൾ പള്ളിമുറ്റത്തെ കല്ലുകളിൽ ഉരസിക്കൊണ്ട് ഫെലിക്സിന്റെയും സൂസന്റെയും മുന്നിലേക്ക് ചോരക്കണ്ണുകളോടെ വന്നു നിന്നു. അവിടെ നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് ആ പഴയ സിമന്തന്റെ പരുവരുത്ത ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ ഇടിമുഴക്കം പോലെ ഫെലിക്സിന്റെ മുഖത്തേക്ക് ആ മാസ്റ്റർ പീസ് ഡയലോഗ് തൊടുത്തുവിട്ടു. എടാ പുലിക്കാട്ടിൽ എബ്രഹാം ജോസഫിന്റെ മകൻ ഫെലിക്സേ, നിന്റെ അപ്പന്റെ കൈ വെട്ടി മാറ്റിയവനാടാ ഈ എബ്രഹാം ജോൺ. ചോര തിളക്കുന്ന എന്റെ മകൻ ദൈവത്തിന്റെ മകനാണെങ്കിൽ അവന്റെ ഈ അപ്പൻ എബ്രഹാം ജോൺ കൊട്ടാരത്തിൽ ശത്രുക്കളുടെ ചോര കുടിക്കുന്ന പഴയ സിംഹമാടാ. കൊട്ടാരത്തിൽ തറവാടിന്റെ മണ്ണിലേക്ക് ഇനി നിന്റെ വംശത്തിൽ പിറന്നൊരൊറ്റെണ്ണത്തിന്റെ കാൽപാദം എങ്ങാനും വീണ അന്ന് കോട്ടയം നഗരം കാണുന്നത് പുലിക്കാട്ടുകാരുടെ കൂട്ടക്കുരുതിയായിരിക്കും. മാറി നിൽക്കടാ. ആ ശബ്ദത്തിന്റെ പവറിൽ ഫെലിക്സും സൂസനും ഭയന്ന് വിറച്ചുപോയി. പള്ളിമുറ്റത്തുണ്ടായിരുന്ന ആയിരക്കണക്കിന് നാട്ടുകാരുടെ നെഞ്ചിൽ രോമാഞ്ചത്തിന്റെ കൊടുങ്കാറ്റ് വീശിയടിച്ചു. അപ്പച്ചൻ കയ്യിലിരുന്ന വടിവാള് പള്ളിമുറ്റത്തെ കല്ലർക്ക് മുകളിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. ശേഷം ഡേവിഡും അവന് ചേർത്ത് പിടിച്ച അപ്പച്ചൻ എബ്രഹാം ജോണും തോളോട് തോൾ ചേർന്ന് ആ ചോരയും പുകയും നിറഞ്ഞ പള്ളിമുറ്റത്തിലൂടെ സ്ലോ മോഷയും മുന്നോട്ട് നടന്നു നീങ്ങി. ആർക്ക് പുറകെ മേരി അപ്പച്ചയും സെറീനയും അനന്തനും ചാക്കോച്ചനും കട്ട ഗാംഭീര്യത്തോടെ നടന്നു വന്നു. പള്ളിമുറ്റത്ത് ആ വമ്പൻ വൺമാൻ ഷോയ്ക്ക് ശേഷവും പുലിക്കാടിൽ തറവാടിന്റെ അഹങ്കാരം അടങ്ങിയിരുന്നില്ല. അപ്പച്ചനെ ഇല്ലാതാക്കാൻ നോക്കിയ ചതി പരാജയപ്പെട്ടതോടെ ഫെലിക്സും സൂസൻ ഫിലിപ്പും തങ്ങളുടെ അവസാന തടവ് പുറത്തെടുത്തു. അവർ സെറീനയെ തടങ്കലിലാക്കി. ബോംബെയിൽ നിന്നും മംഗലാപുരത്തു നിന്നും വൻ ആയുധധാരികളായ 50ഓളം ഗുണ്ടകളെ പുലിക്കാട്ടിൽ ബംഗ്ലാവിനുള്ളിൽ നിരത്തി. കൊട്ടാരത്തിൽ തറവാടിന് ഒന്നാകെ ബോംബറി തകർക്കാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ സിംഹത്തിന്റെ തട്ടത്തിൽ വന്ന് ചൊറിഞ്ഞാൽ പിന്നെ തിരിച്ചടി അതിന്റെ ഗുഹയിൽ കയറി തന്നെയായിരിക്കും കൊട്ടാരത്തുകാർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് കട്ടക്കാറ്റുള്ള ഒരു കറുത്ത അമാവാസി രാത്രിയായിരുന്നു. പുലിക്കാടിൽ ബംഗ്ലാവിന്റെ ഗേറ്റിന് മുമ്പിൽ കാവൽ നിന്ന ഗുണ്ടകൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ടു. കറുത്ത മഹീന്ദ്ര താർ ജീപ്പ് ലൈറ്റുകളാണ് ചെറു വന്യമൃഗത്തെ പോലെ ഇരച്ചു കയറി വന്ന് പുലിക്കാട്ടിൽ ബംഗ്ലാവിന്റെ വമ്പൻ ഇരുമ്പ് ഗേറ്റ് ഇടിച്ചു തകർത്ത് അകത്തേക്ക് പാഞ്ഞു കയറി. ഗേറ്റ് തകർന്നു വീണ പുകപടലങ്ങൾക്കിടയിലൂടെ താറിന്റെ ഡോർ തുറന്ന് അവർ 4 പേരും വരിവരിയായി പുറത്തിറങ്ങി. ഡേവിഡ് ജോൺ, അപ്പച്ചൻ എബ്രഹാം ജോൺ, അനന്തൻ, ചാക്കോച്ചൻ. ഡേവിഡിന്റെ കയ്യിൽ കനത്തൊരു ഇരുമ്പ് റോഡുണ്ട്. കഴുത്തിലെ സ്വർണ്ണ കുരിശുള്ള കൊന്തവൻ പുറത്തേക്ക് എടുത്തിട്ടിരിക്കുന്നു. അപ്പച്ചൻ തന്റെ സിംഹമുദ്രയുള്ള ഊന്നുവടിയും ഇടതയിലൊരു വടിവാളുമായി കട്ട ഗാംഭീര്യത്തിൽ നിൽക്കുന്നു. അനന്തൻ 2 കൈകളിൽ ഇരുമ്പ് പൈപ്പുകൾ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ ഇത്തവണ തന്റെ പ്ലാസ്റ്റിക് ബക്കറ്റിന് പകരം വലിയൊരു കരിങ്കൽ കഷ്ണമായിട്ടാണ് നിൽക്കുന്നത്. ഡേവിച്ച, ഗുണ്ടകളുടെ എണ്ണം കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷെ സാരമില്ല, അപ്പച്ചൻ കൂടെയുള്ളതുകൊണ്ട് എനിക്ക് കട്ട കോൺഫിഡൻസ് ആണ്. ചാക്കോച്ചൻ മാസിനടിയിലും കൗണ്ടർ അടിച്ചു. ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് ഫെലിക്സും സൂസനും 50ഓളം വരുന്ന ഗുണ്ടകളുമായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എടാ ഡേവിഡേ, ചാവാനായിട്ട് നീ നിന്റെ തന്തയും കൂട്ടി എന്ന മുറ്റത്തേക്ക് നടന്നു കയറി വന്നല്ലേടാ. ഫെലിക്സ് ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് അലറി. വരാന്തയിൽ നിന്ന് സൂസൻ ഫിലിപ്പ് ആക്രോശിച്ചു. ഒരൊറ്റ എണ്ണത്തിന് ജീവനോട് വിടരുത്, വെട്ടി നേരത്തടാവന്മാരെ. അലറിക്കൊണ്ട് 50 ഗുണ്ടകൾ ഒരുമിച്ച് കൊട്ടാരത്തുകാർക്ക് നേരെ പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം കോട്ടയം നഗരം നേരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചോരക്കുരുതിക്കാണ് ആ മുറ്റം സാക്ഷ്യം വഹിച്ചത്. ഡേവിഡ് വായുവിൽ ഉയർന്നു ചാടി ഒരേ സമയം 3 ഗുണ്ടകളുടെ നെഞ്ചിലേക്ക് ചവിട്ടി അവരെ നിലത്തിട്ടു. കയ്യിൽ നിന്ന് ഇരുമ്പുറോട് വീശി അവൻ വരുന്നവന്മാരുടെയൊക്കെ തലയടിച്ച് പൊളിക്കാൻ തുടങ്ങി. ആനന്ദൻ തന്നെ 2 പൈപ്പുകൾ കൊണ്ട് വട്ടത്തിൽ ചുഴറ്റി ഗുണ്ടകളുടെ കൈകാലുകൾ തല്ലിയൊടിച്ചു. ദേ വരുന്ന അടുത്ത ലോഡ് പറഞ്ഞുകൊണ്ട് ചാക്കോച്ചൻ കയ്യിലിരുന്ന കരിങ്കിലെ ദൂരേക്ക് എറിഞ്ഞ് നിലത്തിടുന്ന 2 വടിവാളും കയ്യിലെടുത്ത് ചുറ്റും വെട്ടാൻ തുടങ്ങി.
പക്ഷെ വീണ്ടും കളം നിറഞ്ഞത് ആ 77 വയസ്സുകാരൻ സിംഹം തന്നെയായിരുന്നു. അപ്പച്ചൻ എബ്രഹാം ജോൺ തന്റെ ഊതുവടി കൊണ്ട് ഗുണ്ടകളുടെ വാളുകൾ തട്ടിയകറ്റി. ഇടതയിനെ വടിവാൾ കൊണ്ട് അമ്മമാരുടെ കാലിൽ വെട്ടിപ്പിളർന്നു. അപ്പച്ചന്റെ ഒറ്റക്കാലുള്ള ചവിട്ടേറ്റ് പലരും ബംഗ്ലാവിന്റെ ചുമരിലിടിച്ച് ചോര തുപ്പി വീണു. മകനും അപ്പച്ചനും തോളോട് തോൾ ചേർന്ന് 9 ഗുണ്ടകളെയും വെറും 10 മിനിറ്റ് കൊണ്ട് ആ മുറ്റത്ത് അടിയോറവ് പറയിപ്പിച്ചു. മുറ്റമാകെ പുലിക്കാട്ടുകാരുടെ ചോരയൊലിപ്പുകൾ കൊണ്ട് നിറഞ്ഞു. ഗുണ്ടകളെല്ലാം തറയിൽ കിടന്ന് പിടയുന്ന കണ്ട് ഫെലിക്സും സൂസനും ഭയന്ന് വിറച്ചുപോയി. ഫെലിക്സ് പേടിച്ച് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് ഓടാൻ തുടങ്ങിയതും ഡേവിഡ് ഇടിമിന്നൽ വേഗത്തിൽ പാഞ്ഞെന്ന് അവന്റെ തലമുള്ളിൽ കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നു. ഡേവിഡ് ഫെലിക്സിനെ അപ്പച്ചന്റെ കാൽക്കിലേക്ക് തള്ളിയിട്ടു. ഫെലിക്സ് ചോരയൊലിപ്പിച്ച് അപ്പച്ചന്റെ കാൽക്കീഴിന് മുമ്പിൽ വീണു. അപ്പച്ചൻ എബ്രഹാം ജോൺ തന്റെ ചോരവിരണ്ട വടിവാൾ ഫെലിക്സിന്റെ കഴുത്തിന് നേരെ വെച്ചു. വരാന്തയിൽ നിന്ന് സൂസൻ ഫിലിപ്പും ചെറിയമ്മ മറിയാമ്മയും ഭയം കൊണ്ട് വിറച്ചുപോയി. അപ്പച്ചൻ തന്റെ പരിക്കിന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ പുലിക്കാട്ടിൽ ബംഗ്ലാവുന്ന ആ കുലുങ്ങുമാർ ഉച്ചത്തിൽ, എടീ സൂസൻ കൊച്ചേ, എടാ ഫെലിക്സേ, കൊട്ടാരത്തിൽ എബ്രഹാം ജോണിന്റെയും മകൻ ഡേവിഡിന്റെയും ചോര കുടിക്കാൻ ബോംബെയിൽ നിന്നും മംഗലാപുരത്തു നിന്നും വണ്ടി കയറി വന്ന ഗുണ്ടാപ്പട ഇപ്പോ എന്റെ കാൽ കീഴിൽ കിടന്ന് പിടയുന്നത് കണ്ടോടാ. കളി തുടങ്ങിയത് നിങ്ങൾ പുലിക്കാട്ടിൽ തറവാടാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്ന കൊട്ടാരത്തിൽ തറവാട്ടിലെ പുരുഷന്മാരായിരിക്കും. ഇനി ഒരു തവണ കൊട്ടാരത്തിൽ തറവാടിന് നേരെ നിങ്ങളുടെയൊക്കെ കണ്ണുകൾ നീണ്ട അന്ന് ഈ കോട്ടയം നഗരത്തിൽ പുലിക്കാട്ടുകാരുടെ വംശം തന്നെ കാണില്ല. ഓർത്തു വെച്ചോടാ. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിൽ സൂസനും ഫെലിക്സും കൈകൾ കൂപ്പി. ഫെലിക്സും സൂസനും അപ്പച്ചന്റെ കാലുപിടിച്ച് മാപ്പറഞ്ഞോടെ ഡേവിഡ് പതുക്കെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് നടന്നിരുന്നു. അവിടെ പൂട്ടിയിട്ടിരുന്ന സെറീനയുടെ മുറിയുടെ വമ്പൻ വാതിലവൻ തന്റെ ഇരുമ്പുറോട് കൊണ്ട് ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു. കണ്ണീരോടെ പേടിച്ചു നിന്നിരുന്ന സെറീന പുകപടലങ്ങൾക്കിടയിലൂടെ ചോര തിളപ്പുള്ള കണ്ണുകളുമായി നിൽക്കുന്ന തന്നെ ഡേവിഡിനെ കണ്ടു. ആളൊട്ടും ആലോചിക്കാതെ ഓടി വന്ന് ഡേവിഡിന്റെ കട്ടി നെഞ്ചിലേക്ക് വീണ് കെട്ടിപ്പിടിച്ചു. ഡേവിഡ് തന്റെ ചോര പുരണ്ട കൈകൾ കൊണ്ട് സെറീനയുടെ മുഖം കൈകൾ കോരിയെടുത്തു. ആളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഉമ്മവച്ചു. സെറീന ഡേവിഡിന്റെ കഴുത്തിലെ കുരിശുമാരിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ഡേവിച്ച, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നീ വരുന്നു. ചത്താലും നീ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഡേവിഡ് കള്ളച്ചിരിയോട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിന്ന് ഈ ഡേവിഡ് നന്നിട്ടാടേ കർത്താവ് പരലോകത്തേക്ക് പോയത്. ഇനി ഈ ദൈവത്തിന്റെ മകന്റെ നെഞ്ചിൽ നിന്ന് നിന്നെ ഇളക്കി മാറ്റാൻ ഈ ഭൂമിയിൽ ഒരുത്തിനും ജനിച്ചിട്ടില്ല. അവൻ സെറീനയുടെ കൈകൾ തന്റെ കൈക്കുള്ളിൽ കോർത്തി പിടിച്ചു. അവർ രണ്ടുപേരും കൈകൾ കോർത്തി പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ചോരയൊലിപ്പുകൾക്കിടയിലും എല്ലാവരുടെയും മുഖത്തൊരു വലിയ വിജയത്തിന്റെ സന്തോഷച്ചിരി ഉണ്ടായിരുന്നു. അപ്പച്ചൻ തന്റെ ഊന്നുവടി കുത്തിപ്പിടിച്ച് നിന്ന് ആ പ്രണയ ജോഡികൾ നോക്കി ഗാംഭീര്യത്തോടെ പുഞ്ചിരിച്ചു. മേരി അപ്പച്ചി ആനന്ദനും ചാക്കോച്ചനും ഒക്കെ ഒപ്പം ചേർന്നു. അപ്പച്ചൻ ഫെലിക്സിനോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇവളിനി കൊട്ടാരത്തിൽ തറവാടിന്റെ മൂത്ത മരുമകളാ. ഒരൊറ്റ എണ്ണത്തിന്റെ കണ്ണീര് പോലും ഇനി ഈ മണ്ണിൽ വീഴരുത്. അപ്പച്ചന്റെ കയ്യിരുന്ന വടിവാൾ പുലിക്കാട്ടിൽ ബംഗ്ലാവിന് തിണ്ണയിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. ശേഷം അപ്പച്ചൻ എബ്രഹാം ജോണും ഡേവിഡും സെറീനയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് വിജയശ്രീലാളിതരായി സ്ലോ മോഷനിൽ മുന്നോട്ട് നടന്നു നീങ്ങി. ആർക്ക് ഇരുവശത്തുമായ അനന്തനും ചാക്കോച്ചനും തങ്ങളുടെ ആയുധങ്ങൾ തോളിലിട്ട് കട്ട മാസിലും ചിരിയിലും ഒപ്പം നടന്നു. അവരെല്ലാവരും വീണ്ടും ആ കറുത്ത മൈന്ദർ താറിലേക്ക് കയറി. താറ് ജീപ്പ് അലറി ചീറിക്കൊണ്ട് കൊട്ടാരത്തിൽ തറവാട്ടിലേക്ക് പാഞ്ഞു. അവരുടെ സ്വന്തം വിജയ സാമ്രാജ്യത്തിലേക്ക് പ്രണയത്തോടെയും സന്തോഷത്തോടെയും പാഞ്ഞുപോയി. അങ്ങനെ കോട്ടയത്തിന്റെ മണ്ണിൽ ചോര ചിന്തിയ കുടിപ്പക അവസാനിച്ചു. ദൈവത്തിന്റെ മകനും ആ പഴയ സിംഹവും തങ്ങളുടെ പ്രണയവും പ്രൗഢിയും തിരിച്ചു പിടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.